KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, വേദിയിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മൾ ഒരു പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു ദുർഭരണത്തിന്റെ ഒരു കാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതിയ ഒരു യുഗത്തിന് നമ്മൾ തിരശ്ശീല ഉയർത്തുകയാണ് കേരളത്തിൽ. കഴിഞ്ഞൊരു ദശാബ്ദക്കാലം കൊണ്ട് കേരളത്തിന്റെ സകല മേഖലകളിൽ തരിപ്പണമാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായ ജനരോഷം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇരമ്പി മറിയുകയാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സർക്കാരിനെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നമ്മൾ UDF ജനങ്ങളുടെ മുൻപാകെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരായി. ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. അവർക്ക് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ജനങ്ങളുടെ കോടതി. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും തിളക്കമാർന്ന ഭൂരിപക്ഷം UDFന് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ശിക്ഷ വിധിച്ചത്. നമുക്കറിയാം, നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല. ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ്. ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്, അവിടെയെല്ലാം ടീം UDFന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ UDF വരികയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ, അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി UDF വരികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്